ഇത് മാറിപ്പോകാൻ വേണ്ടി, പാനപാത്രം മാറിപ്പോകാൻ വേണ്ടി ഒരിഷ്ടം, കർത്താവിൻ്റെ ഇഷ്ടം നിറവേറട്ടെ എന്ന് വേറെ ഇഷ്ടം. രണ്ടിഷ്ടമാണ്, വചനവും ബദൽ വചനവും. ഈ വചനവും ബദൽ വചനത്തിൻ്റെ ഇടയ്ക്ക് ഈശോ എൻ്റെ ഇഷ്ടമല്ല അങ്ങയുടെ ഇഷ്ടം നിറവേറട്ടെ എന്ന് പറയുമ്പോഴാണ് ഗ്രേസ് ഫോം ചെയ്യണത്, ഗ്രേസിൻ്റെ കൃപയുടെ കടലൊടിയണത്. കൃപ വറ്റിപ്പോണതും കൃപ കടലായി മാറണതും ഒറ്റ നിലപാടിൻ്റെ ഭാഗത്താണ്. ഇത് ആദ്യം മുതൽ അവസാനം വരെ തുടരുന്നുണ്ട്. നമ്മളെടുക്കുന്ന നിലപാടുകളാണ് പ്രശ്നം. നമ്മൾ വിചാരം കൊണ്ട്, വാക്കുകൊണ്ട്, പ്രവൃത്തി കൊണ്ട് എന്ന് പാപങ്ങളുടെ മൂലകാരണങ്ങളെ പറയുന്നുണ്ടെങ്കിലും അതിനേക്കാൾ വലുതാണ് മനോഭാവങ്ങൾ, അഭിരുചികൾ, നിലപാടുകൾ, നയങ്ങൾ. നമ്മൾ പറയത്തില്ലായിരിക്കും, നമ്മൾ സ്വരത്തിൽ പറയത്തില്ലായിരിക്കും, പക്ഷേ ഉള്ളിലിരിപ്പ് പിശകായിരിക്കും. നമ്മൾ പറയത്തില്ലത്, പക്ഷെ അതിൻ്റെ ഉള്ളിലിരിപ്പ് പിശകായിരിക്കും. പല ആൾക്കാരും നശിക്കണത് അവിടെ ഉള്ളിലിരിപ്പ് കൊണ്ടാണ്, അവിടെ ഉള്ളിലിരിപ്പ് കൊണ്ടാണ്. ഇപ്പം ഒരാൾ ഇപ്പോൾ ആങ്ങളെ ഗൾഫിൽ നിന്ന് വന്നു. അപ്പോൾ ഒരു ഡ്രസ്സ് എടുക്കുന്ന കൂട്ടത്തിൽ ആദ്യം എടുത്ത് അമ്മുവിന് ഡ്രസ്സ് കൊടുത്ത്. അപ്പോൾ അമ്മ പറയണേ എനിക്ക് വേണ്ട, എനിക്കിപ്പോൾ വേണ്ട എന്ന് പറയും. അപ്പം നമ്മളെടുക്കും അമ്മ എന്തൊരു ആശയടക്കമുള്ള കൊച്ചാണ്, പക്ഷേ അല്ല അവളുടെ ഉള്ളിലിരിപ്പം എന്താ, ഈ ഡ്രസ്സ് വാങ്ങിച്ചിട്ട് അവൾ ഉദ്ദേശിക്കുന്നത് ചിലപ്പോൾ 10,000 രൂപയായിരിക്കും. അത് ചുമ്മാ കൊണ്ടുപോയി 4,000 രൂപ 2,000 രൂപ കളയേണ്ട കാര്യമില്ല. ഉള്ളിലിരിപ്പം അവിടുത്തെ പ്രശ്നം, ഉള്ളിലിരിപ്പം പ്രശ്നം. അവസാനം എന്നാ പറയും, ഇവർക്ക് 10,000 കിട്ടത്തില്ല, കിട്ടാനുള്ള ഉടുപ്പും പോയി, അത് കണ്ടാൽ കൊണ്ടുപോകും. അപ്പോൾ ഇവൾ ഫൈറ്റിന് വരും. അപ്പോൾ എന്താ പറയുക, അപ്പം നന്മയാണെന്ന് നമുക്ക് തോന്നും, പക്ഷേ ഉള്ളിലിരിപ്പ് ഭയങ്കര പൊളിയായിരിക്കും. അപ്പം മനുഷ്യൻ പണി മേടിക്കണ എപ്പോഴും എന്താണ്, ഉള്ളിലിരിപ്പ് കൊണ്ടാണ്. അതായത് നിലപാടുകൾ, മനോഭാവങ്ങൾ, അഭിരുചികൾ. ഈ അഭിരുചികൾ ദൈവത്തെ അംഗീകരിക്കുന്നത് പോരായ്മയായി കരുതുന്ന അഭിരുചിയാണ് നിനക്കുള്ളത്. ഇറ്റ്സ് എ ക്വസ്റ്റ്യൻ. ദൈവത്തെ അംഗീകരിക്കുന്നത് പോരായ്മയായി കരുതി, നമുക്കറിയാമല്ലോ, ദൈവത്തെ അംഗീകരിക്കുന്നത് പോരായ്മയെ കരുതിയാൽ നമ്മൾ വേറെ ആരെങ്കിലും അംഗീകരിക്കുന്നുണ്ടാകും. അതാണ് പ്രശ്നം. ദൈവത്തെ അംഗീകരിക്കണം. ഇപ്പം നിൻ്റെ വചനം, നീ തെറ്റായ പ്രണയബന്ധത്തിലാണ്, അല്ലെ നീ ഒരു തെറ്റായ കല്യാണം കഴിച്ചിരിക്കുകയാണ്. അപ്പോൾ നിന്നോട് ഞങ്ങൾ ഇവിടെ വരുമ്പോൾ ഞങ്ങൾ ചോദിക്കും, ഇത് കൂദാശ ചെയ്യണില്ലേ? അപ്പോൾ ഇവൾക്ക് കൂദാശ ചെയ്യണില്ലേ എന്ന് ചോദിക്കുമ്പോൾ അവൾ പറഞ്ഞ അവൾ ചമ്മി അല്ലെങ്കിൽ പറഞ്ഞ ചെയ്യണം. അപ്പോൾ അച്ഛാ അങ്ങേർക്ക് ആദ്യമൊക്കെ അങ്ങേര് സമ്മതിക്കുമായിരുന്നു, ഇപ്പം സമ്മതിക്കണില്ലെന്ന് ആയിരിക്കും ചിലപ്പോൾ എന്നോട് പറയണത്. പക്ഷെ പരിശുദ്ധാത്മാവ് എന്നോട് പറയും അപ്പോൾ എന്താ പറയണത്, ഇവള് അവൻ്റെ ജോലി അതുപോലെ തന്നെ അവൻ്റെ സൗന്ദര്യം കണ്ടിട്ട് ഇവൾ വിശ്വാസം പണയം വെച്ചവളാണ്. ഇവളാണ് അവൻ പറഞ്ഞിട്ട് പോലും അവൻ്റെ വിശ്വാസ കാര്യത്തിൽ താല്പര്യമില്ലാതെ ഇവൾ സൗന്ദര്യത്തിനും പണത്തിനും ജോലിക്കും പ്രാധാന്യം കൊടുത്താണ് വിശ്വാസം നഷ്ടപ്പെടുത്തിയത്. അപ്പോഴേ എന്താ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ, ഇങ്ങനെ പോകുന്ന പല പിഴച്ച പെണ്ണുങ്ങളും അവർ കാരണമാണ് ഭർത്താവ് വിശ്വാസം സ്വീകരിക്കാത്തത്. പക്ഷേ എങ്ങനെ പറയാൻ കാര്യം വെച്ചാൽ, ഒത്തിരി പേര് വിശ്വാസം സ്വീകരിച്ചവരുണ്ട് ഈ കൂട്ടത്തിൽ. അവരെന്താ കാര്യം, അവർ ജീവിത പങ്കാളി പറയുന്ന കാര്യങ്ങൾ പ്രാർത്ഥിച്ച് കർക്കശത്തിൽ കണ്ണീരോടെ കർത്താവിൻ്റെ മുമ്പിൽ നിൽക്കുമ്പോഴേ സത്യമായ കാര്യങ്ങൾ എന്ത് ചോദിച്ചാലും ദൈവം നമുക്ക് തരും. അപ്പോൾ അവർ ചോദിക്കേണ്ട പോലെ ചോദിക്കാത്തത് കൊണ്ടാണ് അവരുടെ ജീവിത പങ്കാളിയും കുഞ്ഞുങ്ങളും കർത്താവിനെ അറിയാതെ ഇന്ന് ജീവിക്കണതെങ്കിൽ അവരുടെ ആത്മാവും നിൻ്റെ ആത്മാവും നഷ്ടപ്പെടുന്നതിനെല്ലാം പരിഹാരം ചെയ്യേണ്ടി വരുന്നത് ആരാണ്? നീ ഒരാളാണ് ശരിക്കും. എന്താ അവിടെ തെറ്റ് സംഭവിച്ചത്? ദൈവത്തെ അംഗീകരിക്കുന്നത് പോരായ്മയെ കരുതിനാൽ ഭർത്താവിൻ്റെ ജോലിയും വിവാഹവും ഭർത്താവിൻ്റെ ജോലിയും അവൻ്റെ കുടുംബവും ഒക്കെ വലിയ കാര്യമായിട്ട് കണ്ടു. കാര്യം അധമവികാരമായി. ദൈവത്തെ അംഗീകരിക്കുന്ന പോരായ്മയെ കരുതിയാൽ ഓട്ടോമാറ്റിക്കായി അധമവികാരവും അനുചിതമായ പ്രവൃത്തികളും വരും. 5 വർഷമായിട്ടും കുഞ്ഞുങ്ങളില്ല. അപ്പോൾ എന്താണ് നമ്മൾ ചോദിക്കുമ്പോൾ നേരെ അച്ഛാ ആദ്യമൊക്കെ ഞങ്ങൾക്ക് കുഞ്ഞുങ്ങൾ വേണ്ട എന്ന് തോന്നിയായിരുന്നു. അപ്പോൾ എന്താ, ഇവർ കോൺട്രാസെപ്ഷൻസൊക്കെ ഉപയോഗിച്ച് ജീവിക്കുകയാണ്. പ്രസവം നടന്നു കഴിഞ്ഞാൽ ഉടനെ വയറ് ചാടും, ചന്ത് ചാടും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നാട്ടുകാരുടെ മുമ്പിൽ ഒതുങ്ങിയ സ്ത്രീയായിട്ട് കാണപ്പെടാൻ വേണ്ടി ദൈവത്തെ അവർ അംഗീകരിച്ചില്ല.
ദൈവത്തെ അംഗീകരിക്കണ പോരായ്മയെ കരുതിയാൽ അവർ കോൺട്രാസെപ്ഷൻസ് ഉപയോഗിക്കുകയാണ്. എന്താ സംഭവിച്ചിരിക്കുന്നത്? ഗർഭനിരോധന മാർഗങ്ങൾ ഉപയോഗിക്കുകയാണ്. എന്താണ്? അതാണ് അധമം. അതാണ് റോമ 1:28 പറയണത്. ദൈവത്തെ അംഗീകരിക്കേണ്ടത് പോരായ്മയെ തോന്നിയതിനാൽ അവർക്ക് അധമ വികാരങ്ങളുണ്ടായി. പിന്നെന്താണ്? അനുചിതമായ പ്രവൃത്തികളും ഉണ്ടായി. ഇതിവിടെ കൊണ്ട് അവസാനിക്കത്തില്ല. കാര്യം അമ്മ മാതാവിനെ നേരിട്ട് 2 പ്രാവശ്യം കണ്ട ആളാണ് ഞാൻ. നിങ്ങൾക്കൊക്കെ തോന്നണം എന്താ വെച്ചാൽ, നിങ്ങൾ ഇപ്പം അച്ഛനായാലും കന്യാസ്ത്രീ ആയാലും അതുപോലെ തന്നെ നാട്ടുകാരായാലും ആരായാലും ഈ ദൈവികമായ കാര്യങ്ങൾ അഴകുഴമ്പം നിലപാടെടുക്കുന്നവർ ഓർക്കുക, ദേ ആർ നോട്ട് ഫീലിംഗ് ഗോഡ്. അവർ ദൈവത്തെ അനുഭവിക്കണില്ല. അവരതിന് പകരം വേറെ എന്തോ കാര്യങ്ങളൊക്കെയാണ് ആനക്കാര്യമായിട്ട് കാണുന്നത്. അതാണ് പൗലോസ് പറയണത്. ദൈവത്തെ അംഗീകരിക്കുന്ന പോരായ്മയെ കരുതിയതിനാൽ അവർക്ക് അധമ വികാരങ്ങൾ കേൾപ്പിച്ചു കൊടുത്തു. പ്രാർത്ഥിക്കുക, കർത്താവേ ആത്മാവിനെ അയക്കണമേ, അങ്ങയെ അംഗീകരിച്ചുകൊണ്ട് അങ്ങയ്ക്ക് വേണ്ടി ജീവിക്കാൻ, ലോകത്തോട് വിട പറയുവാൻ എന്നെ അനുഭവിക്കണമേ, എന്നെ അനുഗ്രഹിക്കണമേ. അങ്ങയെ മനസ്സിലാക്കുവാൻ ദൈവനാഥൻ 4:4 പറയണത്, ആബേൽ തൻ്റെ ആട്ടിൻകൂട്ടത്തിലെ കടിഞ്ഞൂൽ കുഞ്ഞുങ്ങളെ എടുത്ത് അവിടെ കൊഴുപ്പുള്ള ഭാഗങ്ങൾ അവിടത്തേക്ക് കാഴ്ച അർപ്പിച്ചു. ഈ 2 കക്ഷികളും എന്താ ചെയ്യണത്? ഒരാൾ കാഴ്ച അർപ്പിക്കുന്നത് ഏറ്റവും നല്ല കടിഞ്ഞൂൽ കൊറ്റന്മാരെ എടുത്തിട്ട് അതിൻ്റെ കൊഴുപ്പ് അവൻ്റെ ദൈവത്തെ അവൻ അംഗീകരിച്ചുകൊണ്ടാണ് അവൻ ബലിയർപ്പിക്കുന്നത്. ആബേൽ. കായൻ പക്ഷേ അത്ര കണ്ട് അംഗീകാരം ഇല്ലാത്ത രീതിയിൽ അതിൻ്റെ ഒരു ഭാഗം എടുത്ത് സാധാരണ ലെവലിൽ. പക്ഷേ എന്താ പ്രശ്നം വെച്ചാൽ കായൻ്റെ ബലിയിൽ എന്താ കുഴപ്പമുണ്ട്? എന്താ കുഴപ്പം? ശ്രുതികട ഹല്ലേലൂയ, ശ്രുതികട ഹല്ലേലൂയ. കായന് എന്നാ കുഴപ്പം സംഭവിച്ചത്? കാര്യം നമ്മൾ റോമ 1:20 കണ്ടായിരുന്നു. ദൈവത്തെ അംഗീകരിക്കുന്നത് പോരായ്മയെ കരുതിയതിനാൽ അവനെ അധമ വികാരങ്ങൾക്കും അനുചിതമായ പ്രവൃത്തികൾക്ക് ഏൽപ്പിച്ചു. കയൻ ദൈവത്തെ അംഗീകരിച്ചിട്ടില്ല. കയൻ്റെ പാപം അതാണ്. എന്നാ കൊടുത്തു എന്നല്ല പ്രശ്നം. ദൈവം ഇപ്പം ചില പറയും കയൻ വെജിറ്റബിളാണ് ദൈവത്തിന് കാഴ്ച വെച്ചത്, അത് ചീഞ്ഞതാണെന്ന്. അങ്ങനെയൊന്നും ബൈബിളില്ല. എന്താ പ്രശ്നം വെച്ചാൽ അവന് എന്താ കുഴപ്പം പറ്റി? എന്താ കാര്യം? അവൻ കായൻ ദൈവത്തെ അംഗീകരിച്ചില്ല. റോമ 1:28 എന്താ പറയണത്? അതുകൊണ്ട് അധമ വികാരങ്ങൾക്കും അനുചിതമായ പ്രവൃത്തികൾക്കും ഏൽപ്പിച്ചു. അതാണ് സംഭവം. അതാണ് കായനെക്കുറിച്ച് 4:7 പറയണത്. എന്താണ്? ഉചിതമായി പ്രവർത്തിച്ചാൽ നീയും സ്വീകൃതനാവുകയില്ലേ. 4:7. അതാണ് കായനെക്കുറിച്ച് പറയണത്. കായൻ ദൈവത്തിന് മുമ്പ് കരഞ്ഞ പറഞ്ഞപ്പോൾ ഉചിതമായി പ്രവർത്തിച്ചാൽ നീയും സ്വീകരിക്കുകയില്ലേ. അതിൻ്റെ അർത്ഥം എന്താണ്? കായൻ ഉചിതമായി പ്രവർത്തിച്ചില്ല. അതിൻ്റെ അർത്ഥം എന്താണ്? കായൻ റോമ 1:28 അനുസരിച്ച് അനുചിതമായി പ്രവർത്തിച്ചു. അതിൻ്റെ അർത്ഥം എന്താണ്? കായൻ റോമ 1:27 അനുസരിച്ച് കൊണ്ട് ദൈവത്തെ അംഗീകരിച്ചില്ല. അപ്പം ദൈവത്തെ അംഗീകരിക്കാത്തതാണ് കായൻ്റെ പ്രശ്നം. എല്ലാ കായന്മാരുടെയും പ്രശ്നം അതാണ്. ദൈവത്തെ നീ അംഗീകരിച്ചില്ല എന്നുണ്ടെങ്കിൽ നീ നിന്നെ തന്നെ വിധിച്ചിരിക്കുന്നു. എല്ലാ മേഖലകളിലും വരുമ്പോഴിതുണ്ട്. എല്ലാ വികാരങ്ങളിലും വിചാരങ്ങളിലും പ്രവൃത്തികളിലും ഉപേക്ഷകളിലുമെല്ലാം അതിനെ പാപമാക്കണത് ദൈവത്തെ നീ അംഗീകരിക്കുന്നുണ്ടോ ഇല്ലേ എന്നാണ്. നമുക്ക് ദൈവത്തെ അംഗീകരിക്കാതെ ഇവിടെ ജീവിക്കാം എന്ന് നമ്മൾ പറയുന്ന ഒരു വിഭാഗമുണ്ട്. അത് കായൻ്റെയും ഹവ്വായുടെയും അതുപോലെ തന്നെ ഇങ്ങോട്ട് തിരിച്ചു വരുമ്പോൾ യേശാവിൻ്റെയൊക്കെ കാലമാണ്. അപ്പോൾ ദൈവത്തെ എന്താണ് ആദ്യ പാപമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വളരെ സിമ്പിളാണ്. എന്താണ്? ദൈവത്തെ അംഗീകരിക്കണത് പോരായ്മയെ കരുതുക. വേറെ കാര്യമൊന്നുമില്ല. നമ്മൾ അനുസരണക്കേടാണ് അതിനെന്നൊക്കെ പറയും. പക്ഷേ ബേസിക്കായിട്ട് വാട്ട് ഇസ് ഇറ്റ്? പാപം എങ്ങനെ രൂപപ്പെട്ട് വരുന്നോ? അപ്പോൾ സ്വാഭാവികമായിട്ട് ഫിലിപ്പിയർ 4:19
ശ്രുതികട ഹല്ലേലൂയ, യേശുവേ സ്തോത്രം, ഹല്ലേലൂയ. വലിയ കൃപ ഞങ്ങൾക്ക് തന്നെ അനുഗ്രഹിക്കണമേ. അതായത് ദൈവത്തെ ഒരു വ്യക്തി അംഗീകരിച്ചില്ലെങ്കിൽ വേറെ ആരെങ്കിലും അയാൾ ദൈവമായിട്ട് അംഗീകരിക്കുന്നുണ്ടാവും. വെരി സിമ്പിൾ. പറഞ്ഞു മനസ്സിലായില്ലേ? ദൈവത്തെ ഒരു വ്യക്തി ദൈവമായിട്ട് അംഗീകരിക്കുന്നില്ലെങ്കിൽ അയാൾ വേറെ ആരെങ്കിലും എന്തിനെങ്കിലും ദൈവത്തിൻ്റെ സ്ഥാനത്ത് അംഗീകരിക്കുന്നുണ്ടാകും. ഇപ്പം കായൻ അംഗീകരിച്ചത് എന്താണ്? കായൻ നല്ല വസ്തുക്കളെയൊക്കെ വേണ്ടി മാറ്റിവെച്ചിട്ട് ദൈവത്തിന് വേണ്ട അംഗീകാരവും ആദരവും ആരാധനയും കൊടുക്കാതെ കായം ബലിയർപ്പിച്ചു. അത് ദൈവതിരുസന്നിധി. അതാണ് ദൈവം ചോദിക്കണത് 4:7 ഉചിതമായി ചെയ്താൽ നീയും സ്വീകരിക്കപ്പെടുകയില്ലേ എന്ന് ചോദിക്കണത് അങ്ങനെയാണ്. അപ്പോൾ ഇത് എവിടെയാണ് ചെന്ന് അവസാനിക്കണമെന്ന് ചോദിച്ചാൽ, അതായത് ദൈവത്തെ അംഗീകരിക്കണത് ഒരു പോരായ്മയെ കരുതിയാൽ അനുചിതമായ പ്രവർത്തനങ്ങൾ വരും. ഇപ്പോൾ ഒരാൾ ശ്രദ്ധിക്കുക, അതായത് ഒരാൾ ദൈവത്തെ അംഗീകരിക്കുന്നില്ലെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താണ്? അയാൾ വേറെ ആരെയോ ദൈവത്തിൻ്റെ സ്ഥാനത്ത് അംഗീകരിക്കുന്നു എന്നുള്ളതാണ്. ഈ വിഷയം ഇവിടെ കൊണ്ട് അവസാനിക്കണില്ല. അതാണ് ഫിലിപ്പിയർ 3:19 പറയണത്, ഉദരമാണ് അവരുടെ ദൈവമെന്ന്. അങ്ങനെയുണ്ട് പരിപാടി, തീർന്നില്ലേ? ഈ ഉദരം കയറി വരുന്നുണ്ടേ എല്ലായിടത്തും. അവ പഴം തിന്നത് ഉദരപ്രശ്നമല്ലേ? അല്ലേ? കായൻ മോശമായത് നല്ലത് അയാൾക്ക് വേണ്ടി മാറ്റിവെച്ചത് ഉദരപ്രശ്നമല്ലേ? ഇനി ഏശാവിൻ്റെ കാര്യം അത് തന്നെയല്ലേ ഉദരം? പായസത്തിൻ്റെ കാര്യം പറയുമ്പോൾ നമ്മൾ 25, 32 ഉൽപ്പത്തി പുസ്തകത്തിൽ എന്താണ്? അതും ഉദരമാണ്. നിങ്ങൾക്ക് ഒന്നെങ്കിൽ സത്യദൈവം അല്ലെങ്കിൽ ഉദര ദൈവം, ഏത് നമ്മൾ അംഗീകരിക്കുന്നു എന്നുള്ളതാണ് വിഷയം. എല്ലാ വിഷയങ്ങളും അങ്ങനെ തന്നെയാണ്. കാര്യം ബേസിക്കായിട്ട് സ്റ്റമക്കൊരു വിഷയം തന്നെയാണ്. കർത്താവിൻ്റെ തിരുസന്നിധിയിൽ കർത്താവ് പീഡാനുഭവത്തിലേക്ക് വരുമ്പോൾ പിതാവ് കർത്താവിനോട് ചോദിച്ച ഇതാണ്, ഉദരം നിന്നെ ശല്യപ്പെടുത്തുന്നുണ്ടോ? അപ്പോൾ ഉണ്ടോ ഇല്ലെന്ന് പറയാൻ ഈശോക്ക് പറ്റിയില്ല. കാര്യം ഇല്ലെന്ന് പറയാനുള്ള അടിസ്ഥാന അനുഭവങ്ങളില്ലാഞ്ഞ കാരണം പിതാവായ ദൈവം പറഞ്ഞു, നീ മരുഭൂമിയിലോട്ട് പോ, കുറേ നാൾ വിശന്നുകൊണ്ട് അവിടെ ഇരിക്കുക, ഞാനൊരു കക്ഷിയെ പറഞ്ഞു വിടാം. അതാണ് സംഭവം. കക്ഷിയെ പറഞ്ഞു വിടുകയാണേ. എന്നിട്ട് ചോദിക്കും, ഈ കല്ലുകളെ അപ്പമാക്കാൻ കൽപ്പിക്കുമോ? ഉദരമാണ് ദൈവമെന്ന്. ആ ഉദരം എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ആദ്യ പാപം തൊട്ട് അതിന് പാപത്തിന് പരിഹാരം ചെയ്യാമെന്ന യേശുവിൻ്റെ കാലം വരെ ഉദരം എന്ന് വെച്ച് കഴിഞ്ഞാൽ ശരീരത്തോട് ബന്ധപ്പെട്ട എല്ലാം എന്നതിൻ്റെ അർത്ഥം. ഇപ്പം ശരീരത്തോട് ബന്ധപ്പെട്ട എല്ലാം എന്നതിൻ്റെ അർത്ഥം സ്റ്റമക്ക്. ഇപ്പോൾ ബൈബിളിൽ ബ്രെഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? ശരീരത്തിന് ആവശ്യമായ എല്ലാം എന്നതിൻ്റെ അർത്ഥം. ബൈബിളിൽ ഉദരം എന്ന് പറഞ്ഞാൽ എന്താണ്? ആഹാരം ഉദരത്തിനും ഉദരം ആഹാരത്തിനും വേണ്ടിയാണ്. രണ്ടിനെയും ദൈവം നശിപ്പിക്കുമെന്ന് പറയും. കാര്യം എന്താണ്? നമ്മളുടെ നാശം ഇപ്പം തന്നെ നമുക്ക് അറിയാൻ പറ്റും. എന്താ കാര്യം? ദൈവത്തിനെ അംഗീകരിക്കേണ്ട പോരായ്മയെ കരുതിയാൽ തീർച്ചയായിട്ടും ഉദരത്തിനെ അവർക്ക് പ്രധാനപ്പെട്ട കാര്യമായിട്ട് അംഗീകരിക്കേണ്ടി വരും. ഉദരത്തിന് അവർക്ക് ഇപ്പോൾ ദാനധർമ്മം ചെയ്യാത്തവരില്ലേ? അതിന് കുറേ കുഞ്ഞായ്മകൾ പറഞ്ഞിട്ട് എന്നാത്തിനാ ദാനധർമ്മം ചെയ്യണമെന്ന് ചോദിക്കണവരില്ലേ? ഇപ്പം ചിലർക്ക് ദാനം ചെയ്യണത് എന്തിനാണ്? അവർ കള്ള കുടിച്ച് കളയാൻ വേണ്ടിയാണെന്ന് പറഞ്ഞുകൊണ്ട് കൊടുക്കാതിരിക്കുന്നവരില്ല. അവരുടെ എന്താണ്? 10 പൈസ കൂടുതലുണ്ടായാൽ അവിടെ ഉദരത്തിന് കൊള്ളാവുന്നതാണ്. എല്ലാം അങ്ങനെ സംഭവം പോണത്. ഇത് നീ ദൈവത്തെ അംഗീകരിക്കണത് അതാ ദൈവം ഒരു വ്യക്തി എന്ന രീതിയിൽ ദൈവം ഉണ്ടോ ഇല്ലേ എന്ന് പറയണ അല്ല പ്രശ്നം. എല്ലാവരും നമുക്ക് തോന്നും ദൈവം ഉണ്ടോ ഇല്ലയോ എന്ന് പറയുന്ന ഒരു തെയിസ്റ്റിക് തെസിസാണ്. അതൊന്നും അല്ല. ദൈവത്തെ അംഗീകരിക്കണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആർ യു മെറ്റീരിയൽ ഓർ നോട്ട്? നിങ്ങൾ ഒരു ജഡിക പ്രകൃതിയുള്ള ആളാണോ അല്ലയോ? ദൈവത്തിന് 1ാം സ്ഥാനം കൊടുക്കുന്ന ആളാണോ അല്ലയോ? ദൈവത്തിന് 1ാം സ്ഥാനം നമുക്ക് കൊടുക്കാൻ പറ്റും. നമ്മുടെ ചിന്തകൾ, തീരുമാനങ്ങളിലൊക്കെ, നടപടികളിലെല്ലാം ദൈവത്തിന് 1ാം സ്ഥാനം കൊടുക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ നമ്മൾ ഇപ്പോൾ അമേരിക്കയിലെ പെണ്ണുങ്ങൾ എന്താണ് ആദ്യം പറഞ്ഞത്? അബോർഷൻ. ഇപ്പം അമേരിക്കൻ പ്രസിഡൻറ്റിന് കുർബാന കൊടുത്തോ ഇല്ലയെന്ന് എനിക്കറിയത്തില്ല. കൊടുത്തില്ലെന്നാണ് കഴിഞ്ഞ കാലങ്ങൾ വരെ അറിഞ്ഞുകൊണ്ടിരുന്നത്. എന്താ കാര്യം? അയാൾ അബോർഷനെ അനുകൂലിക്കുന്നു. അബോർഷനെ അനുകൂലിക്കണത് എന്തുകൊണ്ടാണ്? കൊറോണ കഴിഞ്ഞപ്പോൾ, കൊറോണ 2 ആഴ്ചത്തെ ലോക്ക്ഡൗൺ കഴിഞ്ഞപ്പോൾ ട്രംപ് എന്നാ പറഞ്ഞത്? ആദ്യം തുറന്നത് എന്താണ്? കേരളത്തിൽ തുറന്നത് ബാറാണ്.
പക്ഷെ അമേരിക്ക തുറന്ന എന്താണ്? അബോർഷൻ ക്ലിനിക്സാണ് തുറന്നത്. വ്യത്യാസം കണ്ടില്ലേ? ഒന്ന് വെള്ളമടി, മറ്റത് വ്യഭിചാരം. 2 രാജ്യങ്ങൾ. ഇതാണ് സംഭവം. ദൈവത്തെ അംഗീകരിക്കുന്നത് പോരായ്മയെ കരുതുന്ന മനുഷ്യൻ ചെയ്യുന്ന കാര്യങ്ങളാണിത്. അപ്പോൾ അമേരിക്കൻ പെണ്ണുങ്ങൾ എന്നാ പറയണത്? അല്ലെങ്കിൽ അബോർഷൻ ചെയ്യുന്ന പെണ്ണുങ്ങൾ, അവരുടെ കൂടെ പോകുന്ന പെണ്ണുങ്ങൾ എന്നാ പറയണത്? മൈ ബോഡി ഈസ് മൈ റൈറ്റ്. എൻ്റെ ശരീരം എൻ്റെ അവകാശമാണെന്നാണ്. എൻ്റെ ശരീരം എൻ്റെ അവകാശമാണ്. അവിടെ എനിക്കിഷ്ടമുള്ളത് ചെയ്യാം, എനിക്കിഷ്ടമുള്ളത് ചെയ്യാം. അപ്പോൾ അവിടെ ദൈവത്തെ അവർ അംഗീകരിക്കുന്നില്ല. അപ്പോൾ ദൈവത്തെ അംഗീകരിക്കുന്നത് പോരായ്മയായി അവർ കരുതുകയാണ്. ഇത് തന്നെയാണ് ഓരോ കേസുകളും വരണത്. ദൈവത്തെ അംഗീകരിക്കുന്നവർ നിത്യതയെ അംഗീകരിക്കേണ്ടി വരും. അപ്പോൾ ദൈവത്തെ അംഗീകരിക്കണില്ലെങ്കിൽ നിത്യതയും അംഗീകരിക്കുന്നില്ല. പിന്നെ എന്താണ് അവർ അംഗീകരിക്കണത്? ഈ ജീവിതം മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞിട്ടാണ് പൗലോസ് ഫിലിപ്പിയർ 3:20 പറയണത്, ഉദരമാണ് അവരുടെ ദൈവം. ദൈവം ഉദരത്തെയും നശിപ്പിക്കും, ശരീരത്തെയും നശിപ്പിക്കുമെന്നാണ്. കാരണം നിത്യതയിലൊന്നും നിലനിൽക്കുന്നില്ലല്ലോ. അപ്പം നമ്മളുടെ ഒരു കർത്താവ് വിശ്വാസമെന്ന് പറയണത് ഒരു നിലപാടാണ്. ഇപ്പം ഞാൻ പറഞ്ഞില്ലേ, റോമ 3:8 എന്താ പറഞ്ഞത്? വചനം നിങ്ങളുടെ അധരത്തിലുണ്ട്. പറഞ്ഞിട്ട് കാര്യമില്ല. പക്ഷേ 3:9 വർക്കൗട്ട് ചെയ്യണം. എന്താണ്? യേശു കർത്താവാണെന്ന് അധരം കൊണ്ട് ഏറ്റുപറയണം എന്ന് പറഞ്ഞാൽ എന്താണ്? അംഗീകരിക്കണം. ആരംഗീകരിക്കണം? യേശുവിനെ കർത്താവായിട്ട് അംഗീകരിക്കണം. പ്രാർത്ഥിക്കുക, കർത്താവേ, യേശുവിനെ കർത്താവായി അംഗീകരിച്ച് ദൈവം അവനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചുവെന്ന് വിശ്വസിച്ചുകൊണ്ട് എന്നെ ഉയർപ്പിൽ വിശ്വസിക്കുന്നവൻ നിത്യതയിലെ എന്നോടുകൂടി വാഴുമെന്ന് പറഞ്ഞ ജീവിതത്തെ അംഗീകരിച്ചുകൊണ്ട് ജീവിക്കുവാൻ എനിക്ക് ആന്തരികമായ ബോധ്യങ്ങൾ നൽകണമേ. ഹൃദയം പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നിമിഷം മൗനമായി നമ്മൾ രോഗസൗഖ്യ പ്രാർത്ഥനയിലേക്ക് പ്രവേശിക്കുകയാണ്. രോഗമുള്ള ഇടത്തെല്ലാം ഇപ്പോൾ കൈവച്ച് പ്രാർത്ഥിക്കുന്ന സമയമാണ്. ഉദരരോഗമുള്ളവർ അടിവയറ്റ് കൈവെക്കുന്നു. ശ്വാസകോശ രോഗമുള്ളവരെ നെഞ്ചിലെ കൈവെക്കുന്നു. തൊണ്ട രോഗമുള്ളവരെ തൊണ്ടയിൽ കൈവെക്കുന്നു. സ്ഥിരസംബന്ധമായ രോഗമുള്ളവർ നെറ്റിയിൽ കൈവെക്കണം. കണ്ണിന് കാഴ്ചക്കുറവുള്ളവരെ, ഡബിൾ വിഷനൊക്കെ ഉള്ളവരെ കണ്ണടയൊക്കെ മാറ്റിയിട്ട് കണ്ണിനെ കൈവച്ച് പ്രാർത്ഥിക്കണം. ആ ശക്തമായി ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ. എല്ലാ രോഗികളെയും സ്പർശിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. പ്രത്യേകമായി ഓൺലൈൻ ശുശ്രൂഷയിൽ പങ്കെടുത്ത് പ്രാർത്ഥിക്കുന്ന എല്ലാ മക്കളെയും ഈശോയെ സൗഖ്യത്തിലേക്ക് ആനയിക്കണമേ. സാക്ഷികളായി ഉയർത്തണമേ. ഹല്ലേലൂയ. 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 സുഖമായി സദയം സുഖമായി
കർത്താവേ, ഞാൻ നിന്റെ ഉന്നതമായ നാമത്തിലെ കൈനീട്ടി പ്രാർത്ഥിക്കുന്ന കർത്താവേ, അന്ധന് കാഴ്ച നൽകിയവനെ, കർത്താവേ, ചെകിടനെ കേൾവി നൽകിയവനെ, കർത്താവേ, ഊമന് സംഭാഷണ ശക്തി നൽകിയവനെ, കർത്താവേ, മഹോരോഗ്യം സുഖപ്പെടുത്തിയവനെ, കർത്താവെ, തടവാരോഗ്യം സുഖപ്പെടുത്തിയവനെ, കർത്താവെ, മരിച്ചവനെ ഉയർപ്പിച്ചവനെ, കർത്താവെ, ഉള്ളംകാലം മുതൽ ഉച്ചവരെ കർത്താവെ നിന്റെ വിശുദ്ധമായ തിരുമുറിവാർന്ന് വലതുകരം വെക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, കർത്താവെ, ഉള്ളംകാലം മുതൽ ഉച്ചവരെ കർത്താവെ നിന്റെ വിശുദ്ധമായ രക്തം കഴുകണ പ്രാർത്ഥിക്കുന്ന കർത്താവെ, ഈശോ മരുന്നോ ലേപനമല്ല കർത്താവെ, അങ്ങയുടെ വചനമായുള്ള മക്കളെ സുഖപ്പെടുന്ന കർത്താവെ, വചനത്തിന്റെ കർത്താവ് ശക്തിയാൽ യേശു ക്രിസ്തു ഉന്നതമായ നാമത്തിലെ മാരക രോഗങ്ങൾ സൗഖ്യമാകണ്ടേ എന്ന് കൽപ്പിക്കുന്നു. സദയം ഒരുമിച്ച് പാടുക. സദയം പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ബ്രെഡ് പോലെ 2 ലെയർ കൊഴുപ്പ് കെട്ടിയ ഒരു വ്യക്തിയെ കാണിക്കുന്നുണ്ട് കർത്താവ്. ശരീരത്തിൽ ബ്രെഡ് പോലെ ഇങ്ങനെ ലെയർ പോലെ ഇരിക്കണം എന്നാണ് പറയണത്. നെയ്യോ കൊളസ്ട്രോളോ വേറെ എന്തെങ്കിലും പോലെ, അതായത് അവയവങ്ങളുടെ പ്രത്യേകത ഇങ്ങനെ ലെയർ പോലെ ഇരിക്കണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ആ വ്യക്തിയെ കർത്താവ് ഇപ്പൊ സ്പർശിച്ച് സൗഖ്യപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. സദയം സുഖമായും സദയം സുഖമായും പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ശരീരത്തിൽ മുഴുവൻ കുരുക്കളുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന സമയമാണ്. അതുപോലെ ഡബിൾ മുണ്ടെടുക്കും, പ്രായമുണ്ട്, വെളുത്ത ശരീരമാണ്, പൊക്കമുണ്ട്, കോലച്ച ശരീരമാണ്, സ്ലിമായിട്ടുള്ള ആളാണ്, എപ്പോഴും വൈറ്റാണ് ഉപയോഗിക്കുന്നത്, ബ്ലാക്ക് ആയിട്ടുള്ള ഷൂസ് ഉപയോഗിക്കുന്നു, മുണ്ടിൻ്റെ കൂടെ ഷൂസാണ് ഉപയോഗിക്കുന്നത്. ഇടത് കാലിന് ഉപ്പ് കുറ്റിക്ക് വേദനയും അത് ഗൂഢമായ ചില രോഗങ്ങളുണ്ട്. ആ വ്യക്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ഈശോ ആവശ്യപ്പെടുന്നുണ്ട്. നമുക്ക് പ്രാർത്ഥിക്കാം. അതുപോലെയുള്ള എല്ലാ വ്യക്തികളും ഇതുപോലെ കാലിന് വേദനയുള്ള, നടക്കാൻ പറ്റണില്ല, യാത്ര മുടങ്ങിയിരിക്കുന്ന വ്യക്തികളെ പ്രാർത്ഥിക്കുന്ന കർത്താവെ, കാലിന് കർത്താവെ, വേദന ഉള്ളവരെ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്ന ഈശോയെ, അസ്ഥി ഉന്തിയവരെ, അസ്ഥി വളരുന്നവരെ, അസ്ഥി കർത്താവെ, തേയ്മാനം ഉള്ളവരെ, നടക്കാൻ പറ്റാത്തവരെ, ഈശോ അങ്ങനെയുള്ള എല്ലാ കാലുകളെയും കർത്താവെ യേശുവിന്റെ ഉന്നതമായ നാമത്തിൽ സഭയുടെ അധികാരത്തിൽ ക്രൂശിന്റെ അടയാള ദൈവശക്തിയാൽ സൗഖ്യമാകേണ്ടത് പ്രാർത്ഥിക്കുന്ന അരികിൽ വരണേ, സദയം സുഖമായും ഞരമ്പ് പിടച്ചു നിൽക്കുന്നവരെ കാണിക്കുന്നുണ്ട് ഈശോ. അതുപോലെ തന്നെ ദശ വളരുന്നവരെ ശരീരത്തിന് വ്യത്യാസമായ ഭാഗങ്ങളിൽ ദശ വളരുന്നവർ, അതുതന്നെ സിസ്റ്റ് ഉള്ളവരെ, മുഴയുള്ളവരെ, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന സമയമാണ്. അവരെ കർത്താവ് സൗഖ്യപ്പെടുത്തുന്ന സമയമാണ്. അച്ഛനോട് ചേർന്ന് പ്രാർത്ഥിക്കുക. ഇപ്പോഴേറ്റ് പ്രാർത്ഥിക്കുക. കർത്താവേ, ഇപ്പോൾ ദർശനത്തിൽ കാണിച്ച സിസ്റ്റ് രോഗങ്ങള്, ദശ വളരുന്ന രോഗങ്ങള്, കർത്താവേ, ശരീരം പഠിച്ചു ചെയ്യുന്ന രോഗങ്ങള്, കർത്താവേ, ഞരമ്പുകൾ വീക്കമാകുന്ന രോഗങ്ങൾ, കർത്താവേ, ദശ വളരുന്നത് കാരണം ശരീരത്തില് രോഗം അനുഭവിക്കുന്നവരെ, നാസികയില് രോഗം അനുഭവിക്കുന്നവരെ, ശരീരം തളരുന്നവരെ, അങ്ങയുടെ വിശുദ്ധമായ രക്തത്താൽ അങ്ങ് കഴുകണമേ. വെള്ളം കാലു മുതലേ ഉച്ചവരെ യേശുനാമത്തിലെ സൗഖ്യമാകട്ടെ.
ഓർത്ത് നന്ദി പറയുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. സദയം തുടരണേ സുഖമായിടും എൻ്റെ ഉള്ളം. അരികിൽ വരണേ, അരികിൽ വരണേ സദയം തുടരണേ സുഖമായിടും എൻ്റെ ഉള്ളം. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. കഴുത്തിന് കൈവച്ചുകൊണ്ട് പ്രാർത്ഥിക്കേണ്ട സമയമാണ്. കഴുത്തിന് വേദനയുള്ളവരെ, കഴുത്തിലൂടെ പോകുന്ന ഞരമ്പുകൾക്കും അന്നനാളങ്ങൾക്കും തൊണ്ടയ്ക്കും എല്ലാം വീക്കമുള്ളവർ, ഇൻഫെക്ഷൻ ഉള്ളവർ, അവിടെ എന്തെങ്കിലും ബ്ലോക്കുകളോ തടസ്സങ്ങളോ ഉള്ളവർ, അവിടെ ക്യാൻസർ ഉള്ളവരൊക്കെ എല്ലാം സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കേണ്ട കർത്താവേ. ഇപ്പോഴും കഴുത്തിൽ സ്പർശിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നവരെ അൽത്താരെ സമർപ്പിക്കുന്ന കർത്താവ്, അവർക്ക് പൂർണ്ണമായി സൗഖ്യപ്പെട്ട് ഇവിടെ വന്ന് സാക്ഷ്യം പറയാൻ കർത്താവിൻ്റെ കരുണ അവരിലേക്ക് ആവശ്യിക്കട്ടെ. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ അവർ സൗഖ്യം പ്രാപിക്കട്ടെ എന്ന് ഈശോ നാമത്തിൽ കൽപ്പിക്കുന്നു. ശ്രുതികട്ടെ. ഹല്ലേലൂയ. അരികിൽ വരണേ, സദയം തുടരണേ സുഖമായിടും എൻ്റെ ഉള്ളം. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. സ്പോണ്ടിലോസിസ് സമർപ്പിച്ച് പ്രാർത്ഥിക്കാൻ ഈശോ ആവശ്യപ്പെടുന്നുണ്ട്. പ്രത്യേകിച്ച് നമ്മുടെ നടുവെല്ലിൻ്റെ അറ്റം പിൻകഴുത്തിൽ വന്ന് എത്തും സ്ഥലത്ത് ബൾജ് ചെയ്ത് നീക്കുന്നവർ, കഴുത്ത് അനക്കാൻ പാടില്ലാതിരിക്കുന്നവർ, കഴുത്തിന് ഭയങ്കര പൊള്ളുന്ന പോലെ വേദനയുള്ളവർ, ഞരമ്പുകൾ എപ്പോഴും പൊള്ളുന്ന പരസ്പരം ഉരയുന്ന കാരണം ഞരമ്പ് വേദനയുള്ളവർ, അതുപോലെ നടുവേദനയുള്ളവർ, കശേരികൾ തേഞ്ഞു പോകുന്നവർ, നടുവേലിലെ അസ്ഥികൾ ഇതിൻ്റെ ഉള്ളിൽ പെട്ടിട്ട് ഞരമ്പത്ത് അതുവരെ കുടുങ്ങിപ്പോയവർ, അതിൻ്റെ പേര് തറച്ചുള്ളവർ, കിടന്നു പോയവരെല്ലാം കർത്താവ് സ്പർശിക്കുന്ന സമയമാണ്. ശ്രുതികയുടെ കർത്താവ് നിന്റെ ഉന്നതമായ നാമത്തിൽ സഭയുടെ അധികാരത്തിൽ കർത്താവ് ഓരോ ഞരമ്പിനെയും അസ്ഥികളെ പ്രാർത്ഥിക്കുന്ന കർത്താവിൻ്റെ വലിയ ശക്തി അവരേക്ക് ആവശ്യിക്കട്ടെ. എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ ഈശോ നിന്റെ തിരുവറുവാറുന്ന വലതുകരം അമ്മേ പരിശുദ്ധമേ ദേവമാതാവേ, അമ്മ ഓരോ രോഗികളെ സ്പർശിക്കുന്ന പോലെ കർത്താവേ ഈ മക്കളെ സ്പർശിക്കണമേ. ഞരമ്പ് കുടുങ്ങിപ്പോയവരെ, ഞരമ്പ് അടഞ്ഞു പോയവരെ, ഞരമ്പ് ബ്ലോക്ക് ചെയ്തവരെ, ജാമായി പോയവരെ യേശുക്രിസ്തുവിന്റെ ഉന്നതമായ നാമത്തിലെ മാരക രോഗങ്ങള് ഈ നിമിഷം സൗഖ്യമാകട്ടെ. നെഞ്ചിന് വേദനയുള്ളവര്, ഹൃദയത്തിന് ബ്ലോക്ക് ഉള്ളവര്, അതുപോലെ തന്നെ കരളിലെ വീക്കമുള്ളവര് എല്ലാം ആ ഹൃദയത്തിലും കരളിലും കൈകൾ വെച്ച് പ്രാർത്ഥിക്കുക. കരളിന് താഴെ പാങ്ക്രിയാസിന് രോഗമുള്ളവർ, കടുത്ത ഷുഗർ രോഗികളെല്ലാം പാങ്ക്രിയാസിന് ഇവിടെ കൈകൾ വെച്ചുകൊണ്ട് പ്രാർത്ഥിക്കുക. കടുത്ത ഉദര രോഗികൾ, അതുപോലെ ഗ്യാസിൻ്റെ സംരംഭങ്ങളുള്ളവർ, ഉറക്കമില്ലാത്തവർ, ഉറക്കം വരാത്തവർ, അവരെല്ലാം ഉദരത്തിൽ കൈവച്ചുകൊണ്ട് പ്രാർത്ഥിക്കുക. പ്രഷർ കൂടിയവർ, പ്രഷർ കുറഞ്ഞവർ, അവർ ശിരസിൽ കൈവച്ചുകൊണ്ട് പ്രാർത്ഥിക്കുക. എൻ്റെ കർത്താവേ നിൻ്റെ ഉന്നതമായ നാമത്തിൽ അടിയൻ പ്രാർത്ഥിക്കുന്നു. കർത്താവേ നിൻ്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. കർത്താവേ സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ. അമ്മേ കൃപാസ്ഥാനത്താറ് ജീവനോടെ പ്രത്യക്ഷപ്പെട്ടുകൊണ്ട് ദുരന്തമുണ്ടാകാൻ പോകുന്ന പ്രാർത്ഥിക്കണമെന്ന് ആവശ്യപ്പെട്ടതുപോലെ ഓരോ രോഗദുരന്തങ്ങളും വ്യക്തി ദുരന്തങ്ങളും അമ്മയുടെ മധ്യസ്ഥ പ്രാർത്ഥന സമർപ്പിച്ചുകൊണ്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ ഇപ്പോഴും മക്കളില്ലാത്തവർക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവ് ഉള്ള മക്കൾ കർത്താവെ ദുർനടപ്പുകാരായവരും ചീത്ത ബന്ധങ്ങൾ അകപ്പെട്ടിരിക്കുന്നവർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു. പഠനങ്ങളിൽ ശ്രദ്ധയില്ലാത്തവരും മറ്റു തരത്തിലുള്ള കമ്പ്യൂട്ടർ പ്ലേയിലൊക്കെ എല്ലാം ഇരുന്നു കൊണ്ട് അവർക്ക് ദൈവത്തെയും അതുപോലെ തന്നെ മനുഷ്യനെയും മാനിക്കാതെ അംഗീകരിക്കാതെ ജീവിക്കുന്ന കുഞ്ഞുങ്ങൾ, അതുപോലെ തന്നെ വീഡിയോ ഗെയിംസ് അകപ്പെട്ടു പോയവർ, കമ്പ്യൂട്ടർ പ്ലേയിൽ അകപ്പെട്ടു പോയ മാനസിക രോഗികളായി മാറിയ കുഞ്ഞുങ്ങൾ, അവരെല്ലാം കർത്താവിൻ്റെ വിശുദ്ധമായ രക്തത്തെ ഇപ്പോൾ സ്പർശിക്കണമേ. എൻ്റെ കർത്താവിൻ്റെ വിശുദ്ധമായ രക്തം അവരേക്ക് തളിക്കപ്പെടട്ടെ. കർത്താവിൻ്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. ഉന്നതമായ നാമത്തിൽ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ സഭയുടെ അധികാരത്തിൽ കൃഷിയുടെ അടയാളത്തിൽ മാരകമായ ജീവിത ദുരിതങ്ങൾ, തടസ്സങ്ങൾ കർത്താവിൻ്റെ നാമത്തിൽ, മനോരോഗങ്ങൾ, ആന്തരിക ബന്ധനങ്ങൾ യേശുവിന്റെ നാമത്തിൽ മാറിപ്പോകട്ടെ. ജോലിയില്ലാത്തവര് അതുപോലെ തന്നെ പരീക്ഷ കഴിഞ്ഞ് ഒത്തിരിയേറെ A+കാർ 8, 9, 10 ഒക്കെ A+ കിട്ടിയ ആൾക്കാരുണ്ട്. പക്ഷെ ഒത്തിരി പേര് ഗവൺമെൻറ് A+ കൊടുത്ത് വിജയിപ്പിച്ചിട്ടുണ്ട്.
ഈ കൊറോണ കാലത്ത് ഒരു കൺസെഷൻ പോലെ ചെയ്തിട്ടുണ്ട്. എത്ര പേർക്ക് അഡ്മിഷൻ കിട്ടുമെന്നൊരു പിടിയില്ല. അപ്പോൾ ഗവൺമെൻറ് തന്നെ ഒരു ഈ വിഷയത്തിൽ ഭയങ്കര ആശങ്ക ഉള്ളതുപോലെയാണ് നമുക്ക് തോന്നുന്നത്. അതുകൊണ്ട് സ്വാഭാവികമായി പഠിക്കാൻ ആഗ്രഹിക്കുന്ന എല്ലാ കുഞ്ഞുങ്ങൾക്കും പഠിക്കാനുള്ള സൗകര്യം ഉണ്ടാകണം. അവിടെ തീരുമാനങ്ങൾ കറക്റ്റായിരിക്കണം. അവരെടുക്കുന്ന സബ്ജക്റ്റും ഗ്രൂപ്പും എല്ലാം കൃത്യമായിരിക്കണം. അതെല്ലാം പരിശുദ്ധ അമ്മയ്ക്ക് ഏൽപ്പിച്ചുകൊണ്ട് കുഞ്ഞുങ്ങളെ സമർപ്പിച്ചുകൊണ്ട്, അതുപോലെ തന്നെ ഇൻ്റർവ്യൂ ടെസ്റ്റിന് വേണ്ടി കാത്തിരിക്കുന്നവർ, ടെസ്റ്റ് കഴിഞ്ഞവർ, ജോലിക്ക് വേണ്ടി കാത്തിരിക്കുന്നവർ. കഴിഞ്ഞ ദിവസങ്ങളിൽ അമ്മ ചേച്ചി ഇവിടെ സാക്ഷ്യം പറഞ്ഞത്, എൻ്റെ അമ്മ രക്ഷിച്ചു 5 മിനിറ്റ്. ഞാൻ ഉടമ്പടി എടുത്തിട്ട് ജോലിക്ക് വേണ്ടി ഉടമ്പടി എടുത്തതാണ്. എനിക്ക് ജോലി കിട്ടിക്കഴിഞ്ഞപ്പോൾ അവിടുത്തെ മേലാൾ ബോസ് പറഞ്ഞു 5 മിനിറ്റ് താമസിച്ചിരുന്നെങ്കിൽ ഈ ജോലി വേറെ ആൾ കൊണ്ടുപോയണമെന്ന്. പക്ഷേ ഉടമ്പടി എടുത്തു കഴിഞ്ഞ് അവർ സാക്ഷ്യപ്പെടുത്തിയതാണ്, ഉടമ്പടി എടുത്തു കഴിഞ്ഞപ്പോൾ ആരോ എനിക്കുണ്ട് എന്നുള്ള ബോധ്യമൊക്കെ തോന്നിയെന്നാണ്. ദൈവവേദന ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്നവർ, കൃപാസ്ഥാനത്താർ ജീവനുടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മ നിങ്ങൾക്ക് ഉള്ള ആളാണ്. അവർ നിങ്ങളെ സംരക്ഷിക്കും. നിങ്ങളുടെ വിദ്യാഭ്യാസ മേഖലകൾ, തൊഴിൽ മേഖലകൾ, അതുപോലെ തന്നെ വിദേശ ജോലിക്ക് പോകുന്നവർ, വരുന്നവർ, അതിനുവേണ്ടി ഒരുങ്ങുന്നവർ, അതിൻ്റെ പരീക്ഷകൾ, അതിൻ്റെ വിസ, അതുപോലെ തന്നെ OIT പരീക്ഷ പോലുള്ള നൈപുണ്യ പരീക്ഷകൾ, അതുപോലെ തന്നെ യോഗ്യതാ പരീക്ഷകൾ, അങ്ങനെ വ്യത്യസ്തങ്ങളായ വീടില്ലാത്തവർ, ജോലിയില്ലാത്തവർ, കർത്താവ് ജോലി നഷ്ടപ്പെട്ടവർ, വീട് നഷ്ടപ്പെട്ടവർ, വാടക താമസിക്കുന്നവർ, സ്ഥലമില്ലാത്തവർ, സാമ്പത്തികമായി തകർന്നവർ, വരുമാന മാർഗം നഷ്ടപ്പെട്ടവർ, അങ്ങനെയുള്ള എല്ലാ മക്കളെയും സമർപ്പിച്ചവർ പ്രാർത്ഥിക്കുന്നു. എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ കൃപാസ്ഥാനത്താരം ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥത്തിൽ ഇതുപോലുള്ള എല്ലാ മുഴുവൻ ജീവിത ദുരിതങ്ങൾ ഈശോയുടെ നാമത്തിൽ മാറിപ്പോകട്ടെ. ഇപ്പം സമാപന ആശീർവാദത്തിന് സമയമാണ്. ഇവിടെ ഇപ്പോഴും ആരാധന വേദി പരാമർശിക്കാത്ത എന്തെങ്കിലും സങ്കടങ്ങളോ രോഗങ്ങളോ ജീവിത ആവശ്യങ്ങളോ ഉണ്ടെങ്കിൽ ഇപ്പോഴ് പരിശുദ്ധ അമ്മ ഈ വിഷയം ഇപ്പോഴ് ആരാധന ആശീർവാദ നിമിഷങ്ങളിൽ അമ്മയ്ക്ക് ഞാൻ ഏൽപ്പിക്കുന്നു. ഈ തിരുക്കുമാരനെ ഏൽപ്പിച്ചുകൊണ്ട് കൃപാസനത്താരെ കയറി ഈ വിഷയത്തിന് സാക്ഷ്യം പറയാൻ എന്നെ സഹായിക്കണമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് സമർപ്പിക്കുക. ആരാധന 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 കർത്താവേ, ഞങ്ങൾ സമർപ്പിച്ച എല്ലാ നിയോഗങ്ങളിലും നീ കൂടെ ഉണ്ടാകണമേ. അങ്ങയുടെ ആത്മാവിനാൽ ശക്തിപ്പെടണമേ. ഉടമ്പടി നിയോഗങ്ങളിലേക്കും നിറയണമേ. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്കാരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്കാരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്കാരാധന.